ഹായ്, DIY നാച്ചുറലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിലരുടെ മുഖത്തിന് നല്ല ഭംഗിയുണ്ടെങ്കിലും പുരികത്തിന് തീരെ കട്ടി കുറവായിരിക്കും. പുരികത്തിന് നല്ല കട്ടിയുണ്ടെങ്കിൽ അത് നമ്മുടെ ഫേസിന് അട്രാക്ഷൻ തരുന്ന ഒരു കാര്യം തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പല വഴികളും പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. ഐബ്രോ പെൻസിൽ കൊണ്ട് വരയ്ക്കുക, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കട്ടിക്ക് തോന്നിക്കാനായിട്ട് ചെയ്യാറുണ്ട്. അപ്പൊ അതൊന്നും ഇല്ലാതെ വളരെ നാച്ചുറൽ ആയിട്ട് പുരികം കട്ടിയിൽ വളർത്താനായിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി ഹോം റെമഡി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് എത്ര പുരികം കുറഞ്ഞിട്ടുള്ളവർക്കും നല്ല കട്ടിയിൽ പുരികം വളർത്തിയെടുക്കാനായിട്ട് സഹായിക്കും. അതുപോലെ ചിലർക്ക് പുരികം കൊഴിഞ്ഞു പോകാറുണ്ട്. അങ്ങനെ പുരികം കൊഴിഞ്ഞു പോകുന്നത് തടയാനായിട്ടുള്ള ഒരു ടിപ്പ് കൂടിയാണിത്. ഇത് നിങ്ങൾ ഡെയിലി പുരികത്തിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 2 ആഴ്ച കൊണ്ട് തന്നെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. പുരികം നല്ല കട്ടിയിൽ വളരാൻ തുടങ്ങും. ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണിത്. ചിലർക്ക് പുരികം ഒട്ടും ഇല്ലാതെ വല്ലാതെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും. അപ്പൊ അവിടെയൊക്കെ പുതിയ രോമങ്ങൾ കിളിർത്തി വരാനായിട്ട് ഈ ഒരു ടിപ്പ് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കോണും കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. വീഡിയോസ് എല്ലാം തന്നെ മിസ് ആവാതെ കാണാനും പറ്റും. ഈ ഒരു ടിപ്പിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ആവണക്കെണ്ണയാണ്, അതായത് കാസ്റ്റർ ഓയിൽ. 1 ടീസ്പൂൺ ആവണക്കെണ്ണയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അത് നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് എടുക്കാം. ഇനി എണ്ണയ്ക്ക് പകരം മറ്റേതെങ്കിലും ഓയിൽ എടുക്കാമോ എന്ന് ചോദിച്ചാൽ ആവണക്കെണ്ണ തന്നെ വേണം, അത് നിർബന്ധമാണ്. പുതിയ രോമം കിളിർത്ത് വരാനായിട്ട് ഏറ്റവും കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ആവണക്കെണ്ണ. ഇപ്പൊ ഒരുവിധം എല്ലാ കടകളിലും അല്ലെങ്കിൽ അങ്ങാടി കടകളിലും ആയുർവേദ കടകളിലും അല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈൻ ഷോപ്പിലൊക്കെ തന്നെ അവൈലബിൾ ആണ് ആവണക്കെണ്ണ. ഇനി അടുത്തതായിട്ട് വേണ്ടത് വൈറ്റമിൻ ഇ ഓയിലാണ്. ഞാനിവിടെ വൈറ്റമിൻ ഇയുടെ ഓയിൽ ആയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് വൈറ്റമിൻ ഇ ഓയിലിന്റെ ക്യാപ്സൂൾ എടുത്താലും മതി. 1 ടീസ്പൂൺ വൈറ്റമിൻ ഇ ഓയിലാണ് ഞാൻ എടുക്കുന്നത്. വൈറ്റമിൻ ഇ ഓയിൽ ആണെന്നുണ്ടെങ്കിലും പുതിയ രോമങ്ങളൊക്കെ കിളിർത്ത് വരാനായിട്ട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. ഇത് നിങ്ങൾക്ക് പുരികത്തിൽ മാത്രമല്ല തലയിലും യൂസ് ചെയ്യാം കേട്ടോ. കൊഴിഞ്ഞു പോയ മുടിക്ക് പകരം പുതിയ മുടികൾ ഉണ്ടായി വരാനും മുടിക്ക് ഉള്ളു വെക്കാനും ഒക്കെ ഈ ഒരു റെമഡി നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി ഇത് നന്നായി മിക്സ് ആക്കി എടുത്താൽ നമ്മുടെ ഐബ്രോ സിറം തയ്യാറായി കിട്ടും. ഇനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് പറയാം. ഇത് നിങ്ങൾക്ക് മസ്കാരയുടെ ബ്രഷ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ബഡ്സ് ഉപയോഗിച്ചിട്ടോ പുരികത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്നും ഇല്ലാത്തവർക്ക് ജസ്റ്റ് കൈവിരലെടുത്ത് പുരികത്തിൽ തേച്ച് നല്ലൊരു മസാജ് കൂടി കൊടുക്കുക. രാത്രി ഉറങ്ങുന്നതിന് മുൻപായിട്ട് നിങ്ങളിത് തേച്ച് കിടക്കുന്നതാണ് നല്ലത്. അങ്ങനെയാണെങ്കിൽ ഇത് പുരികത്തിൽ നന്നായിട്ട് തന്നെ അബ്സോർബ് ആവും. പിറ്റേ ദിവസം അത് കഴുകി കളയണമെന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് കഴുകി കളയാം, അല്ലെങ്കിൽ തുടച്ചു കളഞ്ഞാലും മതി. അപ്പോൾ ഈ രീതിയിലാണ് ഈ ഐബ്രോ സിറം നിങ്ങൾ പുരികത്തിൽ യൂസ് ചെയ്യേണ്ടത്. വളരെ എളുപ്പമാണ്, ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഇത് യൂസ് ചെയ്യാം. ഇങ്ങനെ നിങ്ങളിത് ഒരു 2 ആഴ്ചയെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ അപ്പൊ തന്നെ നിങ്ങൾക്ക് അതിന്റെ മാറ്റം അറിയാനായിട്ട് പറ്റും. പുരികം നല്ല കട്ടിയിൽ കറുപ്പോടെ വളരാനായിട്ട് തുടങ്ങും. പുരികം കൊഴിഞ്ഞു പോകുന്നതൊക്കെ മാറി കിട്ടുന്നതാണ്. പുരികം നല്ല കട്ടിയിൽ വളരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ തന്നെ ഈ ഒരു ടിപ്പ് ചെയ്തു നോക്കുക. യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയാൽ അതെന്തായാലും കമന്റിലൂടെ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ട് പുറത്ത് തന്നെ വെച്ചാൽ മതി കേട്ടോ. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചിട്ട് കുറെ നാൾ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അതിനുശേഷം അത് തീർന്നു കഴിഞ്ഞാൽ ബാക്കി പിന്നെ വീണ്ടും ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. വളരെ എളുപ്പമാണ്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു സിറം ഉണ്ടാക്കാനായിട്ട്. അപ്പൊ നിങ്ങൾ ഇത് യൂസ് ചെയ്ത് നോക്കിയതിന് ശേഷം അതിന്റെ റിസൾട്ട് കമന്റ് ബോക്സിൽ അറിയിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.